ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു തെളിഞ്ഞ ദിവസമാണ് കേട്ടോ. മഴയൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ആകാശം കാണാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി മുളകും തൈയൊക്കെ നോക്കി. മുളകൊക്കെ നന്നായിട്ട് അത്യാവശ്യം കായ്ച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ മുളകാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സപ്പോട്ടയൊക്കെ അവസാനത്തെ കായകളാണിത് കേട്ടോ. കുറേ ഉണ്ടായി പ്രാവശ്യം. ഇന്നലെ ഞാൻ രാവിലെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ആലോചിച്ചു ഇപ്പോൾ എന്താ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ എനിക്ക് ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടൊരു അപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് തലേ ദിവസം നമ്മൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല പഞ്ഞ് പോലത്തെ അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അതൊരു അരമണിക്കൂർ കുതിർത്തിയെടുത്താൽ മതി കേട്ടോ. മറ്റേതൊക്കെ നമ്മളൊരു 4-5 മണിക്കൂറൊക്കെ എന്തായാലും കുതിർത്തിയെടുക്കണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ കുതിർത്തിയെടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അധികം വെള്ളം ആക്കിയിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം നമുക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. ഇതൊന്ന് മൂടി വയ്ക്കുക. ഇനി നമുക്ക് രാവിലെ ഇതെന്തായി നോക്കാം. അപ്പോൾ അതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും ഇത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടിയും ഒരു 10-15 സെക്കൻഡും കൂടി ഒന്ന് അടച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കണ്ടോ, നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി അരിയും ഉഴുന്നൊക്കെ കുതിർത്തിയെടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാ വെള്ളപ്പൊക്കം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും കേടുവരാത്തൊരു സംഭവമാണ്. ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ചുട്ടെടുത്തു. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ നമ്മളെല്ലാ അപ്പങ്ങളും ചുട്ടെടുത്തു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഈസിയാണ്, അതുപോലെ തന്നെ എത്ര ടേസ്റ്റാണെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മിസ്സാവാതെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്